ഒരു സ്നോ ഡേ കാണാൻ കൊതിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരു സ്നോ കാലം തന്നെ എന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. 2 വീക്സ് ബാക്ക് പെയ്ത സ്നോയും പിന്നെ ലാസ്റ്റ് വീക്കുള്ള സ്നോയും അങ്ങനെ എല്ലാ സ്നോയും കൂടാതെ ഇതാണ് ഇവിടുത്തെ സ്ഥിതി കേട്ടോ. ഇതിൻ്റെ അടിയിലത്തെ മണ്ണും പുല്ലും ഒക്കെ എന്തായെന്ന് അറിയണമെങ്കിൽ ശരിക്കും മാന്തി നോക്കേണ്ട അവസ്ഥയാണ്. പണ്ടൊക്കെ ഫ്രണ്ട്സിൻ്റെ സ്നോ ഡേ റീൽസൊക്കെ കാണുമ്പം മഞ്ഞ് പെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, അപ്പം നമുക്കും ഭയങ്കര ആകാംക്ഷയല്ലേ കാണുമ്പം. പക്ഷേങ്കിലും മഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും നാളും ഈ സ്നോ ഇങ്ങനെ കിടക്കുമെന്നും അത് കുറച്ച് കഴിയുമ്പം അലുത്ത് ഭയങ്കര കട്ടിയാവുന്നും അതിൻ്റെ മുകളിൽ കൂടെ പോയാൽ തെന്നി വീഴുന്നും അനുഭവിച്ചു കേട്ടോ. ഞാൻ നല്ലൊരു വീഴ്ചയും വീണു. അപ്പം അതൊക്കെ നടക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പം അതൊക്കെ അങ്ങോട്ട് ലൈവായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നടക്കുകയാണ്. ഈ വീണ് കിടക്കുന്ന സ്നോയ്ക്ക് ഒരു കട്ടിയും ഇല്ല കേട്ടോ. നമ്മളുടെ കടൽ തീരത്തെ മണൽത്തരികളില്ലേ, അതുപോലെ എനിക്ക് തോന്നിയത്. നമുക്ക് വാരിയെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് നോക്കുമ്പോൾ കാണാം ശരിക്കും നല്ല ലൈറ്റ് വെയ്റ്റിൽ ശരിക്കും മണൽത്തരി പോലെയാണ് ഇത് കിടക്കുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പത്തിൽ ക്രിസ്മസ് കാർഡിൻ്റെ പുറത്തും വല്ല സീനറിയിലും ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ സംഭവം നേരിട്ട് കാണാനും ഒരു പ്രത്യേക കുളിർമ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. പക്ഷേങ്കിൽ ഈ സ്നോയും കാറ്റും എല്ലാം കൂടെ ഉള്ളപ്പം ഇതിൻ്റെ കൂടെയുള്ള ഈ വൃത്തികെട്ട തണുപ്പുണ്ടല്ലോ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇവിടെയാണെങ്കിൽ -12, -19, -14 എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ബക്കറ്റ് വെള്ളം വെറുതെ ഒന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. അതിൻ്റെ അവസ്ഥ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നല്ല കല്ല് മാതിരിയുള്ള ഐസായിട്ടുണ്ട് കേട്ടോ. പുറത്തോട്ടൊന്ന് ഇറങ്ങണമെങ്കിൽ ഒരു 5-6 ലെയർ ഡ്രസ്സ് മിനിമം ഇടാതെ ഒരു രക്ഷയില്ല. മുഖമൊന്നും കവർ ചെയ്യാതെ പുറത്ത് പോയ എനിക്ക് സ്വന്തം മൂക്ക് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. ഇത്രയും തണുപ്പത്തെ സ്നോ ആസ്വദിക്കാൻ പോയി എനിക്ക് 8ൻ്റെ പണി കിട്ടി 2 ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ വ്യൂ ഫ്രം മൈ വിൻഡോ എന്നുള്ള ക്യാപ്ഷനിലോട്ട് ഒതുക്കേണ്ടി വന്നു ഗൈസ്.